നമ്മുടെ അടുത്ത ഇല്ലസ്ട്രേഷൻ എന്ന് പറയുന്നത് ഇല്ലസ്ട്രേഷൻ നമ്പർ 9 ഗ്രാഫിക്കൽ മെത്തേഡ് തന്നെ. ഇവിടെ ഒരു എ ആൻഡ് ബി എന്ന് പറഞ്ഞ രണ്ട് കമ്പനി, ഒരു കമ്പനിയുടെ എ ആൻഡ് ബി എന്ന് പറഞ്ഞ രണ്ട് പ്രോഡക്റ്റുകളാണ്. അവരുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 240 140 വീതമാണ് അവരുടെ കോൺട്രിബ്യൂഷൻ എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അവരുടെ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് 1200 രൂപയാണ്. അപ്പോൾ കോൺട്രിബ്യൂഷനിൽ നിന്ന് നമുക്ക് ഫൈനൽ ആൻസറിൽ ഫിക്സഡ് കോസ്റ്റ് കുറയ്ക്കേണ്ടി വരും. പിന്നീട് ബാക്കി ഡീറ്റെയിൽ പറയുന്നത് എയ്ക്കും ബിക്കും വേണ്ട റോ മെറ്റീരിയൽ ഡീറ്റെയിൽ ആണ്. പി ക്യു ആർ എന്ന് പറയുന്ന 3 തരം റോ മെറ്റീരിയൽ അവർക്കുണ്ട്. എയ്ക്ക് പി എന്ന് പറയുന്ന റോ മെറ്റീരിയൽ 16 കിലോയും ബിക്ക് 20 കിലോയും വേണ്ടി വരുന്നു. പക്ഷേ പി എന്ന് പറയുന്ന റോ മെറ്റീരിയൽ മാക്സിമം അവൈലബിൾ 160 ആണ്. അതിനൊക്കെ ക്യൂ എന്ന് പറയുന്ന റോ മെറ്റീരിയൽ എയ്ക്ക് 10ഉം ബിക്ക് 25ഉമാണ് വേണ്ടത്. മാക്സിമം അവൈലബിൾ 150 ആണ്. ആർ എന്ന് പറയുന്ന മെറ്റീരിയൽ 4 കിലോ എയ്ക്ക് വേണം, പക്ഷേ ബിക്ക് ആവശ്യമില്ല. മാക്സിമം അവൈലബിൾ 32 ആണ്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പ്രോഫിറ്റ്, മാക്സിമം പ്രോഫിറ്റ് പെർ വീക്ക് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമുക്കിവിടെ ഒന്നാമത്തെ പേജ് നോക്കിക്കഴിഞ്ഞാൽ നമ്മളോട് പറയുന്നത് എ ആൻഡ് ബി എന്ന് പറഞ്ഞ രണ്ട് പ്രോഡക്റ്റ് നമുക്ക് X1 X2 ആയിട്ട് പരിഗണിക്കാം. അങ്ങനെയാണെങ്കിൽ മാക്സിമൈസേഷൻ Z എന്ന് പറയുന്നത് ഇവിടെ പ്രോഫിറ്റ് 240 140 വീതമാണ് ഓരോ പ്രോഡക്റ്റിൽ നിന്ന് കിട്ടുന്നതുകൊണ്ട് നമ്മുടെ Z എന്ന് പറയുന്നത് 240 X1 + 140 X2 ഈസ് ദ മാക്സിമൈസേഷൻ ഒബ്ജക്റ്റീവ് ആൻഡ് സബ്ജക്റ്റ് ടു ദ കൺസ്ട്രെയിൻ. 3 റോ മെറ്റീരിയൽ അവൈലബിൾ ആയിട്ടുള്ള മാക്സിമം 160 150 ആൻഡ് 32 ആയതുകൊണ്ട് നമുക്കിങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാം. 16 X1 + 20 X2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 160, 10 X1 + 25 X2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 150 ആൻഡ് 4 X1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 32. This is the constraints. So maximization function and constraint is set. Then നമുക്ക് ആ ഇക്വേഷനിലേക്ക് പോകാം, നമുക്കിൻ്റെ സൊല്യൂഷനിലേക്ക് പോകാം. ലെറ്റ് us consider the first equation. നമുക്ക് ഇവിടെ X1ഉം X2ൻ്റെയും വാല്യൂ കണ്ടുപിടിച്ചിട്ട് വേണം നമുക്ക് ഗ്രാഫിലേക്ക് നമുക്ക് പോയിൻ്റ് ചെയ്യാൻ. സോ അതുകൊണ്ട് ഫസ്റ്റ് ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ X1 ഈസ് കൺസിഡർ as 0. Then what is the value of X2? 16 × 0 + 20 X2 is equal to 160. Therefore X2ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 8 ആണ്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ രണ്ട് പോയിൻ്റ് നമുക്ക് കിട്ടി. X0 ആണെങ്കിൽ Y8 എന്ന് കിട്ടും. അതായത് X0 ആണെങ്കിൽ X2 എന്ന് പറയുന്നത് 8 എന്ന് കിട്ടും. ദെൻ അടുത്ത X2 0 ആണെങ്കിൽ X1ൻ്റെ വാല്യൂ എന്തായിരിക്കും? ലെറ്റ് us consider X2 as 0. Then we are applying the same to the equation, that is 16 X1 + 20 × 0 is equal to 160. Therefore X1 is equal to 160 divided by 16, that is 10. So the value of both X1 and X2 is 10 and 0. അടുത്ത പേജ് നോക്കിക്കഴിഞ്ഞാൽ സെക്കൻഡ് ഇക്വേഷനിലേക്ക് നമ്മൾ കൺസിഡർ ചെയ്യാണ് 10 X1 + 2 25 X2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 150. നമ്മളതിന് ഈക്വൽ ആയിട്ട് കൺവേർട്ട് ചെയ്യും. ദെൻ നമുക്ക് ആദ്യം X1 0 ആണെങ്കിൽ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് X2? So we are applying the value of X1 to the equation, that is X1 is equal to 0. Therefore 10 × 0 + 25 X2 is equal to 150. Therefore X2 is equal to 150 divided by 25, that is 6. And we are applying X2, or we are considering X2 as 0. Then we are applying the same to the equation, that is 10 X1 + 25 × 0 is equal to 150. Therefore X1 is equal to 150 divided by 10, that is 15. So if X1 is 0, then variable the points are X0, X1 0, X2 6. And if X2 is 0, then the points are X1 15 and X2 0. Let us consider the third equation, that is 4 X1 is equal to 32. Therefore X1 is equal to 32 divided by 4, that is 8. And in this case X2 is considered as 0 or some other value. We can only calculate in this equation, we can only calculate the value of X1, that is 10. Sorry, that is 8. Okay. അടുത്ത പേജ് പറയുന്നത് ഗ്രാഫിനെ പറ്റിയാണ്. ഗ്രാഫ് നിങ്ങൾ ആ 3 ഇക്വേഷൻ അനുസരിച്ചുള്ള പോയിന്റുകൾ തന്നിട്ടുണ്ട്. അത് നിങ്ങൾ ഗ്രാഫ് ഓൾറെഡി വരയ്ക്കാൻ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് 0 8ഉം അടുത്തത് 10 0യാണ്. അത് തമ്മിൽ കണക്ട് ചെയ്യുന്നു. അതിൻ്റെ താഴെ വരുന്ന പോർഷൻസിനെയാണ് നമ്മൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു പറയുന്നത്. രണ്ടാമത്തത് ഇക്വേഷൻ 10 X1 + 25 X2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 150ൽ നമുക്ക് കിട്ടിയത് 0 6ഉം 15 0യാണ്. അത് തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. മൂന്നാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സിന് മാത്രം 8 എന്നുള്ളൊരു വാല്യൂ ആണ്. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അത് നമുക്കൊരു സ്ട്രെയിറ്റ് ലൈന് മുകളിലേക്ക് വരയ്ക്കാം. കാരണം അതിൽ Y എന്ന് പറഞ്ഞാൽ അതിൽ ഏത് പോയിൻറ്റും ആകാം. അത് നമുക്ക് എത്ര ഒന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ Yക്ക്, അതായത് X2 എന്ന ലൈന് പാരലായിട്ട് നമ്മളങ്ങ് വരയ്ക്കുകയാണ്. അതാണ് ഗ്രാഫിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്.
ആ ഗ്രാഫിൽ നിന്ന് നമുക്ക് 4 പോയിൻറ്റുകളാണ് കിട്ടുന്നത്. ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒ, എ, ബി, സി, ഡി 4 പോയിൻറ്റുകൾ കിട്ടുന്നു. അതിൽ ഓരോ പോയിൻറ്റുകളുടെയും ആ വാല്യൂ പോയിൻറ്റ്സ് എത്രയൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ എ എന്ന് പറയുന്ന പോയിൻ്റ് വരുന്നത് 0 ആൻഡ് 6, അതായത് എക്സിന് 0, വൈക്ക് x2ന് 6. ഇനി ബി എന്ന് പറയുന്ന പോയിൻ്റ് നോക്കിക്കഴിഞ്ഞാൽ ആക്ച്വലി നമുക്കറിയില്ല, അല്ലെങ്കിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ് എത്ര വാല്യൂ എന്നറിയില്ല. അപ്പോൾ അത് നമ്മൾ കണ്ടുപിടിക്കുകയാണ്. അത് കണ്ടുപിടിക്കുമ്പോൾ x1 x2 നമുക്കറിയില്ല. സോ ലെറ്റ് us കൺസിഡർ ദ ഫസ്റ്റ് ഇക്വേഷൻ. ഫസ്റ്റ് 2 ഇക്വേഷൻ മാത്രം നമ്മൾ എടുക്കുകയാണ്. 16x1 + 20x2 = 160 ഫസ്റ്റ് ഇക്വേഷൻ, 10x1 + 25x2 = 150 ദ സെക്കൻഡ് ഇക്വേഷൻ. ഇതിനെ ഞാനൊന്ന് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി, അതായത് കാൽക്കുലേഷൻ കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി കോമൺ വരുന്ന വാല്യൂ വെട്ടി ഒന്ന് ക്രോസ് ചെയ്ത് കളയാൻ പോവുകയാണ്. കുറച്ചുകൂടെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി. അങ്ങനെ സിംപ്ലിഫൈ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. വാല്യൂ ചെയ്യുമ്പോൾ ഒന്നാമത്തെ ഇക്വേഷന് കോമൺ ആയിട്ട് വരുന്ന 2 ആയതുകൊണ്ട് നമുക്ക് 2 വെച്ച് ഡിവൈഡ് ചെയ്യാം. 16 /2, 20 /2, 160 /2. അപ്പോൾ ഇക്വേഷൻ കുറച്ചുകൂടി ചെറുതായി 8x1 + 10x2 = 18 എന്നായി. തേർഡ് ഇക്വേഷനായിട്ട് ഞാൻ അതിനെ പറഞ്ഞിരിക്കുകയാണ്. ഇനി രണ്ടാമത്തെ ഇക്വേഷനെ ഞാൻ 5 വെച്ച് ഒന്ന് സിംപ്ലിഫൈ ചെയ്യാൻ നോക്കുകയാണ്. 10x1 / 5, 25x2 / 5, 150 / 5. അപ്പോൾ നമുക്ക് ചെറുതായിട്ട് കിട്ടി 22x1 + 5x2 = 30. ആ ഇക്വേഷൻ രണ്ടും ഒന്നെടുത്ത് എഴുതി നോക്കുകയാണെങ്കിൽ 80x1 + 10x2 = 80. 20x2 ഒന്നുകൂടെ പറയുകയാണെങ്കിൽ ഇക്വേഷൻ ഒന്നുകൂടെ പറയുകയാണെങ്കിൽ 8x1 + 10x2 = 80. 2x1 + 5x2 = 30. അതാണ് ആ പേജിനകത്ത് പറയുന്ന കാര്യം എന്ന് പറയുന്നത്. ഇനി ഈ 2 ഇക്വേഷൻ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു വേരിയബിളിനെ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഇതിൽ 2 ഇക്വേഷനകത്തും കോമൺ ആയിട്ട് കോഎഫിഷ്യൻറ്റ് വരാൻ വേണ്ടി നമ്മൾ പരസ്പരം അതിൽ നമുക്കിപ്പോൾ x2നെയാണ് നമുക്ക് ക്യാൻസൽ ചെയ്യാൻ എളുപ്പം. കാരണം x1 എന്ന് പറയുന്നത് 3 ഇക്വേഷൻ വരുന്നതുകൊണ്ട് 3 x1 വരുന്നുണ്ട്. നമുക്ക് 2 മാത്രം വരുന്ന x2 എന്നുള്ള ഇക്വേഷനാണ്. അതുകൊണ്ട് ആദ്യത്തെ 2 ഇക്വേഷൻ പരിഗണിക്കാൻ നമുക്ക് x2ന് നോക്കാം. x2 എന്ന് പറയുന്ന വാല്യൂവിനെ നമുക്ക് സെയിം ആക്കാൻ നോക്കിക്കഴിഞ്ഞാൽ x2ൻ്റെ 2 കോഎഫിഷ്യൻറ്റുകൾ തമ്മിൽ പരസ്പരം നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് ഇക്വേഷൻ നമ്പർ 3ൽ ഇക്വേഷൻ നമ്പർ 4ൻ്റെ x2ൻ്റെ കോഎഫിഷ്യൻ്റായ 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ 8x1 × 5 + 10x2 × 5 = 80 × x, ദാറ്റ് ഈസ് 40x1 + 50x2 = 400 എന്ന് വരും. ഇനി അതുപോലെ നാലാമത്തെ ഇക്വേഷനെ മൂന്നാമത്തെ ഇക്വേഷനായിട്ടുള്ള ഇക്വേഷനിലെ x2ൻ്റെ കോഎഫിഷ്യൻ്റ് 10 വെച്ച് മൾട്ടിപ്ലൈ ആണെങ്കിൽ 2x1 × 10 + 5x2 × 10 = 30 × 10. ദാറ്റ് ഈസ് 20x1 + 50x2 = 300. ഈ 2 പുതുതായിട്ട് വന്ന ഇക്വേഷൻ ഞാൻ 5, 6 എന്ന് പറഞ്ഞ് ഞാൻ ഡിനോട്ട് ചെയ്യുന്നു. ഇത് സിംപ്ലിഫൈ ചെയ്യാതെ ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ വലിയ ഫിഗർ വരും, അത്രയേ ഉള്ളൂ. അപ്പോഴും നമുക്ക് അതിനെ കോമൺ വാല്യൂ ആക്കാമായിരുന്നു. ഇങ്ങനെ റെഡ്യൂസ് ചെയ്യാതെ തന്നെ കോമൺ വാല്യൂ ആക്കാമായിരുന്നു. നിങ്ങൾക്കിതൊക്കെ അറിയാവുന്നതാണെന്നുള്ള അസംഷനിലാണ് ഞാനിത് ചെയ്തു പോകുന്നത്. ഇത് സിംപ്ലിഫൈ ചെയ്യാതെ നമുക്ക് കോമൺ വേരിയബിൾ ആക്കാൻ പറ്റും, കോമൺ കോഎഫിഷ്യൻ്റ് ആക്കാൻ പറ്റും. ഇവിടെ ഞാൻ x2ൻ്റെ 2ൻ്റെയും കോമൺ ആയിട്ട് 50 തന്നെ ആക്കി, അല്ലേ? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കോഎഫിഷ്യൻ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യപ്പോൾ 2നും 50 തന്നെ ആയി. ഇത് സിംപ്ലിഫൈ ചെയ്യാതെ 2നെയും കോമൺ ആക്കാൻ പറ്റും. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാൻ കഴിയുന്നതാണ്. സോ ഇവിടെ 5ാമത്തെ 6ാമത്തെ ഇക്വേഷൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പോകണമെന്നൊന്നുമില്ല. എങ്കിലും 5ാമത്തെ 6ാമത്തെ ഇക്വേഷൻ ഞാനൊന്ന് നോക്കിക്കഴിഞ്ഞാൽ 40x1 + 50x2 = 400, 20x1 + 50x2 = 300. ഇവിടെ x2ൻ്റെ 2ൻ്റെയും കോഎഫിഷ്യൻ്റ് സെയിം ആയി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ നമ്പർ 5ൽ നിന്ന് ഇക്വേഷൻ നമ്പർ 6 കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വേരിയബിൾ ക്യാൻസൽ ആവും, ഇവിടെ x2 ക്യാൻസൽ ആവും. അങ്ങനെയാണെങ്കിൽ 40x1ൽ നിന്ന് 20x1 കുറച്ചാൽ ബാക്കി 20x1, 15 ക്യാൻസൽ ആയിപ്പോയി. 400ൽ നിന്ന് 300 പോയാൽ 100. ദെർഫോർ x1ൻ്റെ വാല്യൂ 100 / 20, ദാറ്റ് ഈസ് 5. ഓക്കെ, അടുത്ത പേജ് എന്ന് പറയുന്നത് എൻ്റെ കണ്ടിന്യൂഷനാണ്. അതായത് x1ൻ്റെ വാല്യൂ 5 എന്ന് നമുക്ക് കിട്ടി എങ്കിൽ ഏതെങ്കിലും ഒരു ഇക്വേഷനിലോട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് x2ൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ 16x1 + 20x2 = 160. x1ൻ്റെ വാല്യൂ 5 ആണെങ്കിൽ 16 × 5 + 20x2 = 160, ദാറ്റ് ഈസ് 80 + 20x2 = 160. അതായത് x2ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 4 എന്ന് കിട്ടും. അപ്പോൾ പോയിൻ്റ് ബിയിൽ x1 5ഉം x2 4 എന്ന് കിട്ടി. ഈ പോയിൻ്റ് സിയിൽ നോക്കിക്കഴിഞ്ഞാൽ x1 8 ആണെന്നറിയാം, x2 നമുക്കറിയില്ല. ഏതെങ്കിലും ഒരു ഇക്വേഷനിലോട്ട് അപ്ലൈ ചെയ്തു. ഞാനിവിടെ ആദ്യത്തെ ഇക്വേഷനായ 16x1 + 20x2 = 160 ഇക്വേഷനിലേക്ക് x1ൻ്റെ വാല്യൂ 8 അപ്ലൈ ചെയ്തപ്പോൾ x2ൻ്റെ വാല്യൂ 1.6 എന്ന് കിട്ടും. നിങ്ങൾ ആ ഇക്വേഷൻ പ്രിപ്പയർ ചെയ്തിട്ടിരിക്കുന്നത് കണ്ടാൽ മനസ്സിലാവും. സോ പോയിൻ്റ് സിയിലെ വാല്യൂസ് എന്ന് പറയുന്നത് x1 8ഉം x2 1.6ഉം ആണ്. ഓക്കെ,
ലെറ്റ്സ് കൺസിഡർ ദ ഫോർത്ത് പോയിന്റ്, ദാറ്റ് ഈസ് ഡി. പോയിന്റ് ഡിയിലെ അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ x1 8 ആൻഡ് x2 0 ആണെന്ന് മനസ്സിലാവും. അപ്പോൾ 4 പോയിന്റുകളുടെയും വാല്യൂ കിട്ടിക്കഴിഞ്ഞു. x1ൻ്റെ x2ൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് മാക്സിമൈസേഷൻ Z നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഏതിനാണ് ഹയസ്റ്റ് പ്രോഫിറ്റ് കിട്ടുന്നത് എന്ന് നമുക്ക് നോക്കാം. സോ വാല്യൂസ് ഓഫ് Z ഫംഗ്ഷൻ അറ്റ് ദ പോയിന്റ് O A B C ആൻഡ് ഡിയിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് വിൽ ബി ദ പ്രോഫിറ്റ്? നമ്മുടെ മാക്സിമൈസേഷൻ Z എന്ന് പറയുന്നത് 240 x1 പ്ലസ് 140 x2 ആണ്. അതിലാദ്യം പോയിന്റ് 0യിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, 0 എന്ന് പറഞ്ഞാൽ നമ്മുടെ രണ്ടിടത്തും 0 വരുന്നത്, x1ഉം 0 x2ഉം 0 വരുന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റും 0 ആണ്. കാരണം രണ്ടും ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ലല്ലോ. രണ്ട് 0 ആണെങ്കിൽ പ്രോഫിറ്റും 0 ആയിരിക്കും. ഇനി പോയിന്റ് ബി ആണ്, ഞാൻ എ എഴുതാൻ വിട്ടുപോയി, അതുകൊണ്ട് എ രണ്ടാമത് പറയുന്നുണ്ട്. എന്തായാലും പോയിന്റ് ബി പറയുകയാണ്. പോയിന്റ് ബിയുടെ 2 പോയിന്റ് നമ്മൾ കണ്ടുപിടിച്ചു, 5ഉം 4ഉം നമ്മൾ ഇക്വേഷൻ വെച്ച് കണ്ടുപിടിച്ചാണ്. അപ്പോൾ അത് മാക്സിമൈസേഷൻ Z വാല്യൂയിലോട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 240 × 5, x1ൻ്റെ വാല്യൂ 5, x2ൻ്റെ വാല്യൂ 4 അപ്ലൈ ചെയ്യുമ്പോൾ 1760 പ്രോഫിറ്റ് കിട്ടും. ഇനി എ എന്ന് പറയുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ x1 0യും x2 6ഉം ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചതാണ്. അപ്പോൾ നമ്മൾ ഇക്വേഷനിലോട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ പ്രോഫിറ്റ് 840 റുപ്പീസ് കിട്ടുന്നുണ്ട്. ഇനി അടുത്തത് പോയിന്റ് സി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ x1ൻ്റെ x2ൻ്റെ വാല്യൂ 8 എന്നും 1.6 എന്നും കിട്ടും. അത് നമ്മൾ ഇക്വേഷനിലോട്ട് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് 2144 റുപ്പീസ് എന്ന് കിട്ടി. ഇതാണ് നമ്മുടെ ലാസ്റ്റ് പേജ് നോക്കിക്കഴിഞ്ഞാൽ പോയിന്റ് ഡിയുടെ കാൽക്കുലേഷൻ പറയുന്നുണ്ട്. പോയിന്റ് ഡിയുടെ 2 പോയിന്റ് x1 8ഉം x2 0 ആണ്. സോ Z വാല്യൂ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1920 റുപ്പീസ് കിട്ടും. ഇപ്പോൾ ഇതിൽ ഹയസ്റ്റ് പ്രോഫിറ്റ് നമുക്ക് തരുന്നത് പോയിന്റ് സിയിലാണ്. അതായത് പോയിന്റ് സിയിൽ എക്സ് എന്ന് പറയുന്നത് 8ഉം y എന്ന് പറയുന്നത് 1.6ഉം എന്നുള്ള പോയിന്റിലാണ് മാക്സിമം പ്രോഫിറ്റ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ മാക്സിമം പ്രോഫിറ്റുള്ള ഏരിയ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സി എന്ന് പറയുന്ന പോയിന്റിലേക്ക് നമ്മളോട് അപ്ലൈ ചെയ്യുമ്പോൾ സി എന്ന് പറയുന്ന പോയിന്റ് നമുക്ക് സെലക്ട് ചെയ്യാം. അതായത് x8 പ്രോഡക്റ്റും x2 എന്ന് പറയുന്നത് 1.6 പ്രോഡക്റ്റും നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാം. 1.6 എന്ന് പറയുമ്പോൾ അത് 1000ലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എണ്ണം 1600ഉം അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ 1,60,000 പ്രോഡക്റ്റ് എന്നൊക്കെ കൺവേർട്ട് ചെയ്ത് പോകാം. ഇനി നമുക്കതിൻ്റെ പ്രോഫിറ്റ് നോക്കിക്കഴിഞ്ഞാൽ കോൺട്രിബ്യൂഷൻ 2144, ഫിക്സഡ് കോസ്റ്റ് ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട് 1200. സോ ദ പ്രോഫിറ്റ് ഈസ് 944. ബാക്കി ഏത് സിറ്റുവേഷനിൽ നോക്കിക്കഴിഞ്ഞാലും, അതായത് ഒയുടെ കേസിലും എയും ബിയും ഡിയും നോക്കിക്കഴിഞ്ഞാലും ഇത്രയും പ്രോഫിറ്റ് നമുക്ക് കിട്ടില്ല. സോ ദ ഒപ്റ്റിമൽ പ്രോഫിറ്റ് പൊസിഷൻ ഈസ് അറ്റ് ദ പോയിന്റ് ഡി, ദാറ്റ് ഈസ് x1 8ഉം x2 1.6 പ്രോഡക്റ്റും പ്രൊഡ്യൂസ് ചെയ്യണമെന്നാണ് LPP ഗ്രാഫിക്കൽ മെത്തേഡ് പ്രകാരം സജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ.